നമസ്കാരം. ബജറ്റുകൾ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. യൂണിയൻ ബഡ്ജറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റും ഇതിനകം അവതരിക്കപ്പെട്ട് കഴിഞ്ഞു. രണ്ട് ബഡ്ജറ്റുകൾ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ചുമല്ല, ചെറിയ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ രണ്ട് ബഡ്ജറ്റുകളെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് മുൻപ് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് പൊതുവേ ഈ സാമ്പത്തിക രംഗത്ത്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അത് തരണം ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വലിയ വലിയ സാമ്പത്തിക കുഴപ്പങ്ങളിലൊക്കെ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ചെന്നെത്തുന്ന സമയത്ത് അതിനെ കരകയറ്റുന്നതിന് വേണ്ടി പൊതുവേ സ്വീകരിക്കുന്നൊരു മന്ത്രമാണ് ഈ പൊതു ചെലവുകൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ ഉയർത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ 30കളിൽ ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ കാലത്ത് എങ്ങനെയാണിത് തരണം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചിന്തകൾ ഉയർന്നു വന്നപ്പോൾ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ചൊരു കാര്യമാണ് സർക്കാരിൻ്റെ ചെലവുകൾ ഉയർത്തുക. കാരണം ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രൈവറ്റ് സെക്ടർ മുതൽ മുടക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഗവൺമെൻറ് നേരിട്ട് ചെലവുകൾ ഉയർത്തിക്കൊണ്ട് പണം ആളുകളുടെ കയ്യിലെത്തിക്കുക, അങ്ങനെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുക, ഡിമാൻഡ് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഈ ക്രൈസിസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അന്ന് കണ്ടെത്തിയ ജോൺ മെയ്നാർഡിൻ്റെ കെയ്ൻസിൻ്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്ന് പറയുന്നത്. കെയ്നീഷ്യനിസം എന്നൊക്കെയാണ് സാമ്പത്തിക ലോകത്ത് ഇത് അറിയപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് ബഡ്ജറ്റുകൾ നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, സാമ്പത്തികമായിട്ട് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിൽ കടന്നു പോവുകയാണ്. വളർച്ചാ നിരക്ക് താഴോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ തീർച്ചയായിട്ടും ഈ കെയ്നീഷ്യൻ സിദ്ധാന്തം പ്രയോഗിക്കുമ്പോൾ ഗവൺമെൻറ് ചെലവുകൾ ഉയർത്തുക എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് കാലത്താണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ ഉയർത്തിക്കൊണ്ട് നേരിട്ട് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചുകൊണ്ടൊക്കെയാണ് ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും കോവിഡ് പ്രതിസന്ധിയെ മറികടന്നത്. അപ്പോൾ അത് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഉന്നതങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ച ഉയർത്തിവിടുകയും ചെയ്തിരുന്നു. ഏതായാലും സർക്കാർ ചെലവുകൾ ഉയർത്തുക പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേകിച്ചും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ബഡ്ജറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ 2024-25 ബഡ്ജറ്റിൽ, അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ, ഇതിന് മുൻപത്തെ വർഷത്തെ ബഡ്ജറ്റിൽ കണക്കാക്കിയിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മൊത്തം ചെലവെന്ന് പറയുന്നത് 48.21 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ ഈ ഫെബ്രുവരി 1-ന് 2025 ഫെബ്രുവരി 1-ന് നിർമ്മല സീതാരാമൻ 2025-26 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ, ആ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ റിവൈസ്ഡ് കണക്കുകൾ കൊടുത്തപ്പോൾ കാണുന്ന സ്ഥിതി എന്താണ്? അത് ഗവൺമെൻറ് മൊത്തം ചെലവ് 47.16 ലക്ഷം കോടി രൂപയാണ് എന്നതാണ്. അതായത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയിലധികം യൂണിയൻ സർക്കാരിൻ്റെ ചെലവുകളിൽ കുറവ് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചെലവുകൾ ഉയർത്തുക എന്നുള്ളൊരു തന്ത്രത്തിന് ബദലായിട്ട് ചെലവുകൾ കുറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. അതായത് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടി ഈ ഡിമാൻഡിലെ കുറവ്, പ്രത്യേകിച്ച് അർബൻ മേഖലയിലടക്കമുള്ള ഡിമാൻഡിലെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി, ഉൽപ്പാദന മേഖലയിലെ മുരടിപ്പ് പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കുക, സർക്കാരിൻ്റെ ചെലവുകൾ ഉയർത്തുക എന്നതിന് ബദലായി 1 ലക്ഷം കോടി രൂപയുടെ അധികം ചെലവ് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയിലേക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ പോയിരിക്കുകയാണ്. അതാണ് നമ്മളെല്ലാം അമ്പരപ്പിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകാറാണ് പൊതുവെ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി 1 ലക്ഷം കോടി രൂപയുടെ ചെലവ് കുറഞ്ഞിരിക്കുകയാണ്. അതാണ് അതിശയിപ്പിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. ഇപ്പോൾ 2025-26 50.65 ലക്ഷം കോടി രൂപയാണ് മൊത്തം നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിൽ കണക്കാക്കിയിരിക്കുന്നത്. അത് എത്രമാത്രം എങ്ങനെയാണ് അതിൻ്റെ അടുത്ത വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ അത് എത്രയായിരിക്കും എന്നുള്ളതൊക്കെ ഇനി വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 2024-25 1 ലക്ഷം കോടി രൂപയുടെ ചെലവിൻ്റെ കുറവ് കേന്ദ്ര സർക്കാരിൻ്റെ
ബഡ്ജറ്റിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിലേക്കൊന്ന് വന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ 2024-25, അതായത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ചിലവെന്ന് പറയുന്നത് 1.66 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ ഈ 2025-26 ബഡ്ജറ്റിലെ പുതുക്കിയ കണക്കിൽ പറയുന്നത് മൊത്തം ചിലവ് 1.76 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 10,000 കോടി രൂപയുടെ ചിലവ് വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ ചെലവഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ, അതായത് ചിലവ് ഒട്ടും കുറയ്ക്കാതെ ആ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ മുകളിൽ പോകുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കേരള ഗവൺമെൻറ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെലവുകൾ ഉയർത്തിക്കൊണ്ട്, സർക്കാർ ചെലവുകൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ട് ആ പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ശ്രമം കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ കാണുകയാണ്. അതേസമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ചെലവുകൾ കുറയ്ക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കും പോയിരിക്കുന്നു. ഇതാണ് ഈ സമീപനത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുക, ക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തുക, അങ്ങനെ ആ രീതിയിൽ സാധാരണക്കാരെയും വളരെ താഴെക്കിടയിലുള്ള പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ അവരുടെ കയ്യിൽ പണം എത്തുന്ന പദ്ധതികളിലേക്ക് ചെലവഴിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് തികച്ചും വിരുദ്ധമായി ചെലവുകൾ ഉയർത്തിക്കൊണ്ട്, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാർ ചെലവുകൾ ഉയർത്തിക്കൊണ്ട് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചുകൊണ്ട് സമ്പദ്ഘടനയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് കേരള സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സാമ്പത്തിക രംഗത്തെ സമീപനത്തിൽ ഇരു സർക്കാരുകളും പുലർത്തുന്ന വ്യത്യാസത്തിലെ മൗലികമായ ഭാഗം എന്ന് പറയുന്നത്. 2025-26 ബഡ്ജറ്റിൽ ചെലവ് 1.80 ലക്ഷം കോടി രൂപയോളമായിട്ടും കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ വ്യത്യാസം ആണ് ഈ ഗവൺമെൻറ്റുകളുടെ സമീപനങ്ങളിലെ, നയസമീപനങ്ങളിലെ ബദൽ നിർദ്ദേശങ്ങളുടെ അന്തരാർത്ഥം എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.